കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരിൽ 15 മലയാളികൾ ഉൾപ്പെടെ 43 ഇന്ത്യക്കാർ. മരിച്ച 15 മലയാളികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുള്ള 5 പേരാണ് മരിച്ചത്. കൊല്ലത്ത് നിന്നുള്ള 3 പേരും, കാസർഗോഡ് 2, കോട്ടയത്ത് നിന്ന് 2 പേരും, കണ്ണൂരിൽ നിന്നും ഒരാളും, മലപ്പുറത്ത് നിന്ന് 2 പേരുമാണ് മരിച്ചത്. വിവരങ്ങൾ ജമാൽ നൽകും. ജമാൽ, കൂടുതലും ഇന്ത്യക്കാരാണ്. മലയാളികൾ 15 മലയാളികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ബിനു, വീണ്ടും മലയാളികളെ ആകെ ദുഃഖത്തിലാക്കി ഈ കുവൈത്ത് ദുരന്തത്തിലെ മലയാളികളുടെ എണ്ണം, മരിച്ച മലയാളികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ 15 പേരാണ് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മരിച്ചിട്ടുള്ളത്. ഇനിയും മരണസംഖ്യ കൂടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പൊതുവിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 5 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. കൊല്ലം ജില്ലയിൽ നിന്ന് 3 പേരും, കാസർഗോഡ് ജില്ലയിൽ നിന്ന് 2 പേരും, കോട്ടയം ജില്ലയിൽ നിന്ന് 2 പേരും, മലപ്പുറം ജില്ലയിൽ നിന്ന് 2 പേരും, കണ്ണൂർ ജില്ലക്കാരനായ ഒരാളും മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട നിരണം സ്വദേശി മാത്യു തോമസ് ആണ് ഏറ്റവും അവസാനമായി നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. 27 പേരാണ് വിവിധ ആശുപത്രികളിലൊക്കെ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. മാത്രമല്ല 43 ഇന്ത്യക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ആകെ 49 പേർ ഈ ദുരന്തത്തിൽ മരിച്ചു. ഇതിൽ 6 പേർ ഫിലിപ്പീനോ സ്വദേശികളും 43 പേർ ഇന്ത്യക്കാരുമാണ്. ഈ കമ്പനിയിൽ, NBTC കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരിൽ അധികവും മലയാളികളാണ്. മാത്രവുമല്ല, ഇവർ താമസിച്ചിരുന്ന ഈ മംഗത്തിലെ ഈ കെട്ടിടത്തിൽ, 6 നില കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരിൽ അധികവും മലയാളികളാണ്. 195 പേരാണ് ഇവിടെ ഈ കെട്ടിടത്തിൽ ആകെ താമസിക്കുന്നത്. ഇന്നലെ ഈ അപകടം നടക്കുമ്പോൾ ഏതാണ്ട് 176 പേരാണ് ഈ അപകട സമയത്ത്, ദുരന്ത സമയത്ത് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. ഏതായാലും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്ന് അധികൃതർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രി അല്പ സമയത്തിനകം കുവൈത്തിലെത്തും. ഒപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ വിപുലമായ രക്ഷാപ്രവർത്തനങ്ങളുടെ ശേഷം ഇനിയുള്ള തുടർ നടപടികൾ ആലോചിച്ച് അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രിസഭാ പ്രത്യേക യോഗം ചേരുകയും ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തുന്നു. ഇത്തരത്തിൽ ഇനിയുള്ള നടപടികൾ ഏകോപിപ്പിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ജമാല്, ഇപ്പോൾ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് അടിയന്തരമായി പുറപ്പെടും. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഏത് തരത്തിലാകും, അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കടമ്പ മരിച്ച ആളുകളെ തിരിച്ചറിയുക എന്നതാണ്. അതിൽ അധികൃതർ നേരിടുന്ന ഒരു വെല്ലുവിളി പലരെയും ഗുരുതരമായി പൊള്ളലേറ്റ് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് DNA ടെസ്റ്റ് നടത്തിയെങ്കിലും ഇവരെ തിരിച്ചറിയാൻ ഉള്ള വഴി കണ്ടെത്തണം എന്നുള്ളത്. ആ തരത്തിലുള്ള നടപടിക്രമങ്ങൾ ആലോചിക്കുന്നു. ഏതായാലും അത് സംബന്ധിച്ച നടപടികൾ പുരോഗമിക്കുകയാണ്. 43 ഇന്ത്യക്കാരിൽ കുറെ മലയാളികളുണ്ട്. 15 പേരുടെ മാത്രമാണ് ഇപ്പോൾ കൃത്യമായ ലഭിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ 15 മലയാളികൾ മാത്രമാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ കൂടുതൽ മലയാളികൾ ഉണ്ട് ഈ DNA പരിശോധനയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഇനി വരും മണിക്കൂറുകളാണ് വ്യക്തമാവുക. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം കുവൈത്തിലെത്തും. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. കേരള സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ വിപുലമായ സംവിധാനങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ നോർക്കയുടെ നേതൃത്വത്തിൽ വിപുലമായ ഹെൽപ്പ് ഡെസ്കുകൾ ആളുകൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ദുരന്തത്തിന്റെ ആഘാതം ഇനിയും കൂടുമോ എന്ന ആശങ്ക പൊതുവിൽ ഉണ്ട്.